ഏവർക്കും പ്രയർ ക്ലിനിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാ സ്നേഹിതന്മാരോടും മാന്യ സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും സ്നേഹവും ഒക്കെയും ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതായത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വരുന്നത് ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സന്ധിയെക്കുറിച്ചിട്ടാണ്. അതായത് ടിമ്പനോ മാൻഡിബുലാർ ജോയിൻ്റ് എന്ന് പറയും. അതാണ് ഈ ജോയിൻ്റ്. ഈ ജോയിൻറ്റിലെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ജോയിൻ്റാണ്. നമ്മൾ ചിരിക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ വാ തുറക്കുമ്പോഴും നമ്മൾ ചുമയ്ക്കുമ്പോഴും നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള സമയത്തൊക്കെയും നമ്മുടെ താടിയെല്ലാം നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. എന്നാൽ ഈ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഈ താടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സൈനോവിയം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉള്ളതായിട്ടുള്ള ഒരു ജോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയും. പിന്നീട് ഈ ജോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഞ്ച് ജോയിൻറ്റും ഗ്ലൈഡിങ് ജോയിൻറ്റും കൂടെ ഉണ്ട്. ഈ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാതിൽ എങ്ങനെയാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ ജോയിൻ്റ്. രണ്ടാമത്തെ ജോയിൻറ്റിൻ്റെ പേര് ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷട്ടർ വേറൊരു ഷട്ടറിലേക്ക് ഇങ്ങനെ ഗ്ലാസ് ഷട്ടറുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പോലെ ഗ്ലൈഡിങ് മൂമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു കോമ്പൗണ്ട് ജോയിൻ്റാണ് ഈ ജോയിൻ്റ്. ഈ ജോയിൻറ്റിൽ ജലാംശം അല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അതുപോലെ ഫൈബ്രസ് ക്യാപ്സ്യൂൾസ്, രണ്ട് സൈനോവിയൽ ഫ്ലൂയിഡ്, സൈനോവിയൽ ക്യാപ്സ്യൂള്, മറ്റത് ഫൈബ്രസ് ക്യാപ്സ്യൂള്. അതുപോലെ മസിലിനെ എല്ലിനോട് ഘടിപ്പിക്കുന്നതിനെ ലിഗമെൻ്റ് എന്നാണ് പറയുന്നത്. രണ്ട് ലിഗമെൻ്റ് ഈ താടിയിൽ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റൈലോമാൻഡിബുലർ ലിഗമെൻ്റ്, മറ്റേ സ്ഫീനോമാൻഡിബുലർ. നമ്മൾ എങ്ങനെ ഈ വാ തുറക്കുന്നു, ജോയിൻ്റ് മാത്രം പോരാ. എങ്ങനെ ചിരിക്കുന്നു, ജോയിൻ്റ് മാത്രം പോരാ. എങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു, മാൻഡിബുലർ ലിഗമെൻ്റ്. ആ ജോയിൻറ്റിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള മസിൽസ് വേണം. ഇവിടെ 4 മസിൽസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ടെമ്പറാലിസ്, ഒന്ന് മസീറ്റർ, ഒന്ന് ലാറ്ററൽ ടെറിഗോയിഡ്, മറ്റത് മീഡിയൽ ടെറിഗോയിഡ് എന്ന് പറയുന്ന മസിൽസാണ്. ഈ മസിൽസിൻ്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ക്ലഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പിടിക്കാനും അതുപോലെ തുറക്കാനും തുറന്നവ അടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന മസിൽസാണ് ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അനാറ്റമിയാണ്. എന്നാൽ ഈ ജോയിൻ്റാണ് നമ്മൾ താടിയിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഈ ജോയിൻ്റാണ്. അപ്പോൾ ആ ജോയിൻറ്റിന് ചില നെറുക്കെട്ട് വരും. അതിനെയാണ് TM ജോയിൻ്റ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മറ്റ് ജോയിൻറ്റുകളിൽ നമ്മുടെ മുട്ട് ജോയിൻ്റ് എന്ന് വെച്ചാൽ കാൽമുട്ടിൻ്റെ ജോയിൻ്റ് അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഇത് പറയുന്നത് പോലെ നമ്മുടെ ഇതിനകത്തും നേർക്കെട്ട് വരാം. അതിനെ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയും. ഇത് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ വളരെയധികം കട്ടിയുള്ള സാധനങ്ങൾ കഴിക്കുന്നു. അവർ ചീന്തി പറിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നത് കനൈൻ ടൂത്ത് ഉപയോഗിച്ച് ചീന്തി പറിക്കുന്നു, പിച്ച് ചെയ്യുന്നു, അതുപോലെ ഒരുപാട് സംസാരിക്കുന്നു, അതുപോലെ ഇങ്ങനെ ക്ലിഞ്ചിങ്. ചില ആൾക്കാർ ക്ലെഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവർ ദേഷ്യം വരുന്നതായിട്ടുള്ള സമയത്ത് പല്ല് കടിക്കും. ഇങ്ങനെ ചിലർ വേദന വരുന്നതായിട്ടുള്ള സമയത്ത് പല്ലുകൾ തമ്മിൽ ഇറുക്കി ഒരു ശബ്ദം പുറപ്പെടുവിക്കും. പിന്നെ ചില ആൾക്കാർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ബ്രക്സിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ പല്ലുകൾ കുട്ടിക്കടിച്ച് ഇങ്ങനെ ചെയ്യും. അതിന് മൗത്ത് ഗാർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ചില ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഈ ആർത്രൈറ്റിസിലേക്ക് നയിക്കുന്നത് അത് എന്താണ് ലക്ഷണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് വേദന വരും. നമ്മൾ വാ തുറക്കുമ്പോഴും വാ തുറക്കാതിരിക്കുന്ന സമയത്തും ഒക്കെ വരും. കൂടുതലും നമ്മൾ വാ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് വരുന്നത്. തുറന്ന വാ ക്ലോസ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഓപ്പണിങ്ങിനും വേദന വരും. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥിരമായിട്ട് വേദന വരുമ്പോഴാണ് അതിനെ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.
ഇതിനെ സംബന്ധിച്ചാണ് നമുക്ക് ചികിത്സകൾ പലതുമുണ്ട്. നമുക്ക് ആദ്യമായിട്ട് TM ജോയിൻ്റ് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരോട് പറയേണ്ടത്, നിങ്ങൾ വാ അധികം ഇങ്ങനെ തുറക്കരുത്, അതുപോലെ ക്ലഞ്ച് ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് പല്ലുകടിയുടെ അസുഖം അല്ലെങ്കിൽ ബ്രക്സിസം എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ മൗത്ത് ഗാർഡ് ഉപയോഗിക്കണം. അതൊരു ഡെൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടും കുറവില്ല എങ്കിൽ നമ്മൾ അഫക്റ്റഡ് ജോയിൻറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് എക്സസൈസ് എടുക്കാം. ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തിട്ട് ഇവിടെ പ്രസ് ചെയ്ത് വയ്ക്കാം. ഈ ജോയിൻ്റാണ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ വൈകിട്ട് ഒരു 4-5 പ്രാവശ്യം ചെയ്താൽ ആ വേദന, നമ്മുടെ വേദന എടുക്കുന്നത് വരെ നമുക്കങ്ങനെ ചെയ്യാം. അതുപോലെ നമുക്ക് ഗോൾഡ് ഫിഷ് എക്സസൈസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാ ഇങ്ങനെ ഇത്രയും മാത്രം തുറന്നാൽ മതി. രണ്ട് ഫിംഗറിൽ കൂടുതൽ തുറക്കാനായിട്ട് പാടില്ല. പിന്നെ ഡോക്ടറെ നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് ഓയിൻമെൻറ്റ് എഴുതിത്തരും. അതുപോലെ നമുക്ക് ഗുളിക തരും. ചില നീർക്കെട്ടുകളൊക്കെ മാറുവാനായിട്ട് ചിലരുടെ ഗുളിക കൊണ്ട് പറ്റും, റെസ്റ്റ് കൊണ്ട് പറ്റും. ഇതൊന്നുമല്ലെങ്കിൽ ചിലതരം ഇഞ്ചക്ഷനുകൾ അവൈലബിളാണ്. ആ ഇഞ്ചക്ഷൻ നമ്മൾ ഇവിടെ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ആർത്രൈറ്റിസിൽ നിന്നൊക്കെ വിടുതൽ കിട്ടും. അതുപോലെ ചെറുതായിട്ട് ചൂട് പിടിക്കുകയോ അല്ലെങ്കിൽ ഐസ് കോളിൽ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആശ്വാസം വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ TM ജോയിൻ്റ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വളരെ സാധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ എന്നെ കണ്ടതുപോലെ ഇത് സ്ത്രീകളിലാണ് കൂടുതൽ TM ജോയിൻ്റ് ആർത്രൈറ്റിസ്. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ വാ തുറക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം എന്ന് പറയുമ്പോൾ വാ തുറക്കുന്നതും വായിൽ നിന്ന് വീഴുന്നതൊക്കെ സൂക്ഷിച്ച് വേണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.